Praise the Lord, hallelujah. I am Joe John Varapade, Christian apologist from Ernakulam, and today we are going to think about what is the difference between Roman Catholicism and Protestantism. പെന്തക്കോസ്തുകാരും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ റിഫോർമേഷൻ നടന്നു. ആ റിഫോർമേഷനെ കൗണ്ടർ ചെയ്യാനായിട്ട് കൗൺസിൽ ഓഫ് ട്രെന്റ് രൂപീകരിച്ചു. അത് 1545 മുതൽ 1561 വരെ 18 കൊല്ലം കൊണ്ടാണ് കൗൺസിൽ ഓഫ് ട്രെന്റ് തീർന്നത്. അന്നാണ് CCC കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് രൂപീകരിച്ചത്. അപ്പോൾ റിഫോർമേഷൻകാർ പറഞ്ഞു, മാർട്ടിൻ ലൂതർ പറഞ്ഞു, 5 സോളാസ് ഓഫ് റിഫോർമേഷൻ: സാൽവേഷൻ ഓർ ജസ്റ്റിഫിക്കേഷൻ, സോളാ ഗ്രാഷ്യ, ഗ്രേസ് അലോൺ, രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണെന്ന് മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചു. ഇതിനാധാരമായ വേദവാക്യം ഇതാണ്, റോമർ 11:6. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല, കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കില്ല. അപ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വൺ ഈസ് ജസ്റ്റിഫൈഡ് ഓർ വൺ ഗെറ്റ്സ് സാൽവേഷൻ. ഇതാണ് ബൈബിള് പറയുന്നത്. സോളാ ഗ്രാസ്യ, ഗ്രേസ് ലോൺ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നാണ് പ്രൊട്ടസ്റ്റന്റ്സ് പറയുന്നത്. പിന്നെ രണ്ടാമതാണ് സോളാ ഫിദെ, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ലോൺ. വിശ്വാസത്താൽ മാത്രമാണ് എല്ലാവരും നീതീകരിക്കപ്പെടുന്നത് അഥവാ സ്വർഗത്തിൽ പോകുന്നത്. ഇതിനാധാരമായ വേദവാക്യം റോമർ 4:5. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ ഫെയ്ത്ത് എലോൺ മതി എന്നാണ് പ്രൊട്ടസ്റ്റന്റ്സുകാർ പറയുന്നത്. പക്ഷേ കത്തോലിസിസം പറയുന്നത് ഫെയ്ത്ത് ആൻഡ് ഗുഡ് വർക്ക്സ് കൂടെ വേണം. അപ്പോൾ ഇത് ബൈബിൾ വിരുദ്ധമായ കാര്യമാണ് അവർ പഠിക്കുന്നത്. ഫെയ്ത്ത് ആൻഡ് ഗുഡ് വർക്ക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവൂ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് അവർ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് സോള ഗ്രാസിയ എന്ന് പറഞ്ഞാൽ സോള ഫിദെ എന്ന് പഠിപ്പിച്ചാൽ അതിനല്ല അനത്തമ എന്നാണ് പറയുന്നത്. മഹറോൻ, എ ഫോർമൽ കേഴ്സ് ബൈ പോപ്പ്. ഗ്രേസ് ലോണിലൂടെയാണ് ഒരാൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അതുപോലെ വിശ്വാസത്തിൽ മാത്രം ഒരാൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അനത്തമ, മഹർവൻ. ഹീസ് കേഴ്സ്ഡ് ബൈ ദ പോപ്പ്, കാത്തലിക് ചർച്ച്. അടുത്തത് സോളുസ് ക്രിസ്തുസ്, ക്രൈസ്റ്റ് അലോൺ. ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. അതിന് 1 പത്രോസ് 3:18. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. എന്ത്? സോളോസ് ക്രൈസ്റ്റ് അലോണാണ് നമ്മൾ രക്ഷിച്ചത്. കത്തോലിസിസം പറയുന്ന ക്രൈസ്റ്റ് മാത്രമല്ല, ഒരു കോ റിഡംപ്റ്റസ് ഉണ്ട്. മേരി മാതാവ് സഹരക്ഷയാണെന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ അതിന് ബൈബിൾ വിരുദ്ധമാണത്, അതിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് സോളി ദിയോ ഗ്ലോറിയ, ഗോഡ്സ് ഗ്ലോറി അലോൺ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഐസയ്യ 42:8, ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല, എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയും ഇല്ല. ഗ്രേവൻ ഇമേജസ്. കാത്തലിക് ചർച്ചിൽ ഒരുപാട് ഗ്രേവൻ ഇമേജസ് ആണ്, കുറേ വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആ മഹത്വം അവരൊക്കെ പങ്കിട്ടെടുക്കുകയാണ്. അത് ബൈബിൾ വിരുദ്ധമാണ്. ഇതാണ് മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചത്. അടുത്തത് സോള സ്ക്രിപ്ചർ എലോൺ. ബൈബിള് മാത്രമേ നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളൂ, മറ്റേ പാരമ്പര്യമോ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് റിഫോം പറയുന്നവർ പഠിപ്പിച്ചു. അതിനെല്ലാം അനത്തമയാക്കി. ട്രെൻഡ് സൂനദോസിൽ മാർപ്പാപ്പ എ ഫോർമൽ കേഴ്സ്. ബൈബിളിലൂടെ മാത്രമാണ് രക്ഷ. സ്ക്രിപ്ചർ എലോൺ ഒരു സോള സ്ക്രിപ്തൂര എന്ന് പഠിപ്പിച്ചാൽ അനത്തമ. അവന് മഹറോണ് ചൊല്ലി അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് മുൻപാണെങ്കിൽ അവരെ തീരിട്ട് പച്ചയ്ക്ക് ചുട്ടു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർട്ടിൻ ലൂതറിന്റെ കാലമായപ്പോൾ ആ തീരിട്ട് പച്ചയ്ക്ക് ചൂടുന്ന ഏർപ്പാട് നിർത്തി. അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒക്ടോബർ 31 എന്ന് പറയുന്നത് റിഫോർമേഷൻ ഡേ ആണ്, നവീകരണ ദിനം. ഇത് എത്ര ബന്ധുക്കോസുകാർക്ക് അതിനെ അറിയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഈ 5 സോളാസ്
ഗ്രാസിയ, സോള ഫിദെ, സോളുസ് ക്രിസ്തുസ്, സോളി ദിയോ ഗ്ലോറിയ, സോള സ്ക്രിപ്തൂര. ഇതെല്ലാം ഈ 5 സോളാസാണ് റിഫോർമേഷന്റെ അടിസ്ഥാനം. ഇത് നാം എല്ലാവരും മനസ്സിലാക്കണം.